കലാശക്കൊട്ടിലും ആവേശം നിറച്ച് തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും മുന്നണികളും. പേരൂർക്കടയും ആറ്റിങ്ങൽ ടൗണുമായിരുന്നു ആവേശം കൊട്ടിക്കയറിയ പ്രധാന കേന്ദ്രങ്ങൾ. തിരുവനന്തപുരത്ത് ശക്തമായ മഴയ്ക്കും പ്രവർത്തകരുടെ ആവേശം കെടുത്താനായില്ല. മാസം മുൻപ് ആരംഭിച്ച പരസ്യ പ്രചാരണം, അതുകൊണ്ട് തന്നെ അതിന്റെ കൊട്ടിക്കലാശത്തിന്റെ ആവേശവും അത്രത്തോളം കൊട്ടിക്കയറി. ആദ്യ റൗണ്ട് മുതൽ തുടരുന്ന മുൻതൂക്കം കലാശക്കൊട്ടിലും നിലനിർത്തിയതിന്റെ ആവേശത്തിലാണ് ഇടതുമുന്നണി നേതൃത്വം. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ കൊട്ടിക്കലാശം രണ്ടിടങ്ങളിലാണ് നടന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കൊട്ടിക്കലാശം നടന്ന പേരൂർക്കടയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. ഇടതു സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു. ഇടതു നേതാക്കളായ എം വിജയകുമാർ, സത്യൻ മൊക്കേരി, വി കെ പ്രശാന്ത് MLA, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരും കലാശക്കൊട്ടിന് നേതൃത്വം നൽകി. UDF സ്ഥാനാർത്ഥി ശശി തരൂരും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും പേരൂർക്കടയിലെത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. കനത്ത മഴയിലും അണമുറിയാത്ത ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. ആറ്റിങ്ങൽ ടൗണിൽ ചെറുപൂരങ്ങൾ എത്തിച്ചേരുന്നത് പോലെ മൂന്നിടങ്ങളിൽ നിന്നായി മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ആദ്യം എത്തിച്ചേർന്നു. തൊട്ടു പിന്നാലെ ഇടതു സ്ഥാനാർത്ഥി വി ജോയ് തുറന്ന വാഹനത്തിന്റെ മുകളിൽ നിന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. സ്ഥാനാർത്ഥി ക്രെയിനിലേക്ക് കയറിയപ്പോൾ പ്രവർത്തകരുടെ ആവേശവും ഇരട്ടിയായി. NDA സ്ഥാനാർത്ഥി വി മുരളീധരനും ക്രെയിനിൽ കയറി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആറ്റിങ്ങലിലെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തില്ല. 1.5 മാസം നീണ്ടുനിന്ന പരസ്യപ്രചരണത്തിന്റെ ആവേശം കൊട്ടിക്കയറിയ നിമിഷങ്ങൾ, അതായിരുന്നു കൊട്ടിക്കലാശം. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. മറ്റന്നാൾ ജനം പോളിംഗ് ബൂത്തുകളിലേക്കെത്തും. തിരുവനന്തപുരത്ത് നിന്നും പ്രമോദ് പന്നിയോടിനൊപ്പം S. ഷീജ.